സാറേ, കോൺഗ്രസ് നേതാവായ രാഹുൽ ഗാന്ധി ഞെട്ടേണ്ട ഒരു വാർത്ത വന്നിട്ടുണ്ട്. പാകിസ്ഥാനിലും വോട്ട് ചോരി. എന്താണ് സംഭവം? അവിടെ അടുത്ത കാലത്ത് പാർലമെന്റിലേക്ക് 6 സീറ്റിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് നടന്നു. പഞ്ചാബ് നിയമസഭയിലേക്ക് 7 സീറ്റിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് നടന്നു. ഈ സീറ്റുകളുണ്ടല്ലോ 6, 7, 13, അതിൽ ഒരെണ്ണം ഒഴിച്ച് മുസഫർഗഡ് ഒഴിച്ച്, മുസഫർഗഡിൽ PPP ജയിച്ചു. ബാക്കി എല്ലാ സ്ഥലത്തും ഈ ലീഗില്ലേ അവിടുത്തെ പാകിസ്ഥാൻ സ്വീപ്പ് ചെയ്തിരിക്കുക. തരംഗം 6 സീറ്റ്. അല്ല, ആകെ 13 സീറ്റാണല്ലോ. 6 സീറ്റ് എന്ന് പറയുന്നത് പാർലമെന്റ്. അത് ഇങ്ങനെ ആകെ 13 സീറ്റിൽ ഉപതെരഞ്ഞെടുപ്പ്, ഇതിൽ 12 സീറ്റിലും ലീഗ് തന്നെ. അപ്പൊ ഇത് വോട്ട് ചോരിയാണെന്ന് പറഞ്ഞിട്ട് അവിടെ പ്രക്ഷോഭം നടക്കുകയാണ്. ഇപ്പൊ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പുറത്താക്കണം എന്ന് പറഞ്ഞിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആഫീസിന്റെ മുമ്പിലുമൊക്കെ പ്രക്ഷോഭമൊക്കെ നടക്കുന്നു. അപ്പോ അതിന്റെ വിശദാംശങ്ങളിലേക്ക് കയറുന്നതിന് മുമ്പേ യൂറോപ്യൻ യൂണിയന്റെ ഒരു പ്രതിനിധി സംഘം പാകിസ്ഥാനിൽ കഴിഞ്ഞ ദിവസം വന്നു. അവര് വന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, പാകിസ്ഥാന് ഒരു ഇളവ്, ഈ കയറ്റുമതി ഇറക്കുമതി അതിൽ കൊടുക്കുന്നതിനെ പറ്റി ആലോചിക്കാൻ വേണ്ടി വന്നതാണ്. പാകിസ്ഥാന് ജനറലൈസ്ഡ് സ്കീം ഓഫ് പ്രിഫറൻസ് പ്ലസ് പദവി, GSP പ്ലസ് എന്ന് പറഞ്ഞ പദവി കൊടുക്കുന്നതിനെ പറ്റി ചർച്ച ചെയ്യാനായിട്ടാണ് വന്നത്. പക്ഷേ ആ GSP പ്ലസ് പദവി കൊടുക്കുന്ന കാര്യം അവതാളത്തിലായിരിക്കുകയാണ് ഈ വോട്ട് ചോരി കാരണം. പാകിസ്ഥാനിലെ വോട്ട് ചോരി, തെരഞ്ഞെടുപ്പ് ക്രമക്കേട്, പിന്നെ മനുഷ്യാവകാശ ധ്വംസനങ്ങൾ, ഇതിനെ പറ്റിയിട്ടൊക്കെയുള്ള ധാരാളം പരാതികൾ യൂറോപ്യൻ യൂണിയൻ പ്രതിനിധി സംഘത്തിന്റെ മുമ്പിൽ വന്നിട്ട് ഇപ്പോൾ ഒരു പുനരവലോകനം നടക്കുകയാണ്. ഈ പദവി കൊടുക്കണോ വേണ്ടയോ എന്നുള്ളത്. കാരണം ആ യൂറോപ്യൻ യൂണിയൻ പ്രതിനിധി സംഘത്തിന്റെ മുമ്പിൽ ഈ വോട്ട് ചോരിയുമായി ബന്ധപ്പെട്ട ധാരാളം വീഡിയോകൾ എത്തിയിരിക്കുന്നു. അപ്പോൾ സമീപകാലത്ത് ഇപ്പോൾ ഈ ഞായറാഴ്ചയാണ് ഈ തെരഞ്ഞെടുപ്പൊക്കെ നടന്നത്. അപ്പോൾ അതിൽ റിഗ്ഗിങ് അല്ലേ, ബൂത്ത് പിടുത്തം, പിന്നെ ഈ ലീഗുകാർ തന്നെ കൊണ്ടുപോയി വോട്ടിടല്, മാനിപ്പുലേഷൻ. പണ്ട് കണ്ണൂരിലൊക്കെ മാർക്സിസ്റ്റ് പാർട്ടി ചെയ്തിരുന്നില്ലേ, ആ പരിപാടി അതാണ് നടന്നിരിക്കുന്ന. കംപ്ലീറ്റ് റിഗ്ഗിങ് ആണ് നടന്നിരിക്കുന്നതെന്ന് തെളിവുകൾ വന്നിരിക്കുന്നു. അപ്പോൾ മുൻ പഞ്ചാബ് പ്രധാനമന്ത്രി PPPയുടെ സെൻട്രൽ പഞ്ചാബ് പ്രസിഡന്റ് രാജ പെർവേസ് അഷ്റഫ് പറഞ്ഞിരിക്കുന്നു, ദേശീയ, അതായത് നാഷണൽ അസംബ്ലി എന്നാണ് അവിടെ പാർലമെന്റിന് പറയുന്നത് പാകിസ്ഥാനിൽ. അപ്പോൾ പാർലമെന്റിന്റെ മണ്ഡലമായിട്ടുള്ള NA 185, മണ്ഡലത്തിന് നമ്പർ NA 185, അതിൽ ദോസ്ത് മുഹമ്മദ് ഗോസ തോറ്റുപോയി. ഇദ്ദേഹം ജയിക്കും എന്നാണ് ഞങ്ങൾ പൂർണ്ണമായും വിശ്വസിച്ചിരുന്നത്, പക്ഷെ തോറ്റുപോയി. പെഷവാർ ആക്രമണത്തിന് ശേഷം പഷ്തൂൺ ന്യൂനപക്ഷ ഗ്രൂപ്പുകൾക്കെതിരെ മുനീർ നീങ്ങുന്നുണ്ട്. മുനീർ പഞ്ചാബ് മുസ്ലിമാണ്. ഈ പഞ്ചാബ് മുസ്ലിങ്ങളും പഷ്തൂണുകളും തമ്മിൽ വലിയ വംശ വൈരം ഉണ്ട്. അതാണ് മുനീർ ഇമ്രാൻഖാനെതിരെ നീങ്ങിയിരിക്കുന്നത്. ഇമ്രാൻഖാൻ ആ പഷ്തൂൺ ഗോത്രങ്ങളിൽപ്പെട്ട ആളാണ്. ഈ മുനീറാണെങ്കിൽ പഞ്ചാബ് ആണല്ലോ. അപ്പൊ ആ തർക്കം അതിൻ്റെ ഒരു പേരിൽ കിടപ്പുണ്ട്. അപ്പൊ ഇതുകൊണ്ട് പഞ്ചാബിലെ എല്ലാവരെയും തോൽപ്പിച്ചതാണ് എന്നാണ് ആ PPP നേതാവ് പറയുന്നത്. ഈ GSP പ്ലസ് പദവി യൂറോപ്യൻ യൂണിയൻ കൊടുത്തിരുന്നെങ്കിൽ ഇറക്കുമതി തീരുവ ഉണ്ടാവുമായിരുന്നില്ല. പാകിസ്ഥാൻ കയറ്റി അയക്കുന്ന സംഭവങ്ങൾക്ക് അപ്പുറത്ത് തീരുവ ചുമത്തില്ലായിരുന്നു. അതാണ് അതിൻ്റെ സംഭവം. 2/3 കയറ്റുമതിക്കും ഈ തീരുവ ഉണ്ടാവില്ല. 1/3 തീരുവ ചുമത്തുള്ളൂ. അപ്പോൾ അങ്ങനെ GSP പ്ലസ് പദവി കിട്ടണമെന്നുണ്ടെങ്കിൽ ചില മാനദണ്ഡങ്ങളുണ്ട്. നല്ല ഭരണമായിരിക്കണം. 27 രാജ്യാന്തര മനുഷ്യാവകാശ കൺവെൻഷൻ മാനദണ്ഡങ്ങൾ അതിൽ മുന്നിൽ നിൽക്കണം. തൊഴിൽ നിലവാരം വേണം, ഈ തൊഴിലാളികൾക്ക് മിനിമം വേതനം തുടങ്ങിയ കാര്യങ്ങളൊക്കെ. പരിസ്ഥിതി പ്രവർത്തനങ്ങൾ നന്നായിട്ട് നടത്തണം.
നല്ല ഭരണത്തിന് പുറമെ ഇതൊക്കെ വേണം. അപ്പോൾ തുണിയും സർജിക്കൽ ഇൻസ്ട്രുമെൻസും ഒക്കെയാണ് കൂടുതലും കയറ്റി അയക്കുന്നത് പാകിസ്ഥാനിൽ നിന്ന്. ജൂലൈ മുതൽ ഒക്ടോബർ വരെ യൂറോപ്യൻ യൂണിയനിലേക്ക് കയറ്റുമതി 3.17 ബില്യൻ്റെ ആയിരുന്നു പാകിസ്ഥാനിൽ നിന്ന്. എന്ന് പറയുമ്പോൾ 22,328 കോടി രൂപയുടെ കയറ്റുമതി നടന്നിട്ടുണ്ട്. കഴിഞ്ഞ കൊല്ലം 3 ബില്യൺ, മൊത്തം വർഷം എടുത്താൽ 2024 3 ബില്യൺ ഡോളറിൻ്റെയാണ് നടന്നത്. ഇപ്പം 3.17 ബില്യൺ ഇത്രയുമായപ്പോൾ ആയിക്കഴിഞ്ഞു, ജൂലൈ മുതൽ ഒക്ടോബർ വരെയുള്ള കാലത്ത് തന്നെ. അപ്പോൾ മുൻ സ്പീക്കർ പാർലമെൻറ്റിൻ്റെ, പാകിസ്ഥാനിലെ മുൻ സ്പീക്കർ, ഈ തെഹ്രീക്ക് ഇൻസാഫിൻ്റെ നേതാവ് ആസാദ് കെയ്സറും ഇത് വോട്ട് ചോരി ആണെന്ന് ആരോപിച്ചിട്ടുണ്ട് നടന്നത്. അപ്പോൾ ഭരണകക്ഷിയായിട്ടുള്ള പാകിസ്ഥാൻ മുസ്ലിം ലീഗ് നവാസ് പക്ഷം അവർ ക്ലീൻ സ്വീപ്പ് ആണ് നടത്തിയിരിക്കുന്നത്. അപ്പോൾ നാഷണൽ അസംബ്ലിയിലേക്ക് 6 സീറ്റ്, പഞ്ചാബ് അസംബ്ലിയിലേക്ക് 7 സീറ്റ്. ഇതിൽ മുസഫർഗഡിൽ മാത്രം പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി ജയിച്ചു. ബാക്കി എല്ലാത്തിലും മുസ്ലിം ലീഗ്, പാകിസ്ഥാൻ മുസ്ലിം ലീഗ്. അപ്പോൾ NA-18 എന്ന് പറയുന്ന ഹരിപ്പൂർ മണ്ഡലത്തിൽ പരസ്യമായിട്ടാണെന്ന് ഈ ബൂത്ത് പിടിച്ചത്, റിഗ്ഗിങ് നടന്നത്. എല്ലാവരും കാണുകയാണ്. മുസ്ലിം ലീഗുകാർ വന്നിട്ട് വോട്ട് ചെയ്തിട്ട്, കൂട്ടമായി വോട്ട് ചെയ്തിട്ട് പോയത്. ഫോം 45, ഫോം 47 ഉണ്ട്. അപ്പോൾ ഫോം 45 ബലത്തിൽ വന്ന പോലെ അല്ല ഫോം 47 രേഖപ്പെടുത്തി കിട്ടിയത് എന്നാണ് ആരോപണം. അപ്പോൾ ഫോം 45 ബലത്തിൽ PTIയുടെ സ്ഥാനാർത്ഥി, PTI എന്ന് പറഞ്ഞാൽ മറ്റേ ഇയാളുടെ ഇമ്രാൻഖാന്റെ പാർട്ടി, PTIയുടെ ഷെഹർ നാസ് ഉമർ അയൂബ് ഖാൻ 27,000 വോട്ടിന് ലീഡ് ചെയ്തിരുന്നു ഫോം 45. പക്ഷെ 47 വന്നപ്പോൾ തോറ്റിരിക്കുന്നു. ഇപ്പം ഇലക്ഷൻ കമ്മീഷൻ്റെ തട്ടിപ്പാണല്ലോ. ഇലക്ഷൻ കമ്മീഷൻ ഇത് അട്ടിമറിച്ചതാണെന്നാണ് ആരോപണം. ഇമ്രാന്റെ നിർദ്ദേശപ്രകാരം അതുകൊണ്ട് PTI തെരഞ്ഞെടുപ്പ് ബോയ്ക്കോട്ട് ചെയ്യുന്നതായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തു. ആകെ പോളിംഗ് നടന്നിരിക്കുന്നത് എത്രയാണെന്നറിയോ? 15 മുതൽ 18% വരെ പോളിംഗ് നടന്നിരിക്കുന്നു. അത്ര ആളുകൾ വോട്ട് ചെയ്തിട്ടുള്ളൂ. ഇത്രയുമേ അവിടെ പാകിസ്ഥാനെ പറ്റി, പാകിസ്ഥാനിന്റെ ജനാധിപത്യത്തെ പറ്റി അവിടുത്തെ വോട്ടർമാർക്ക് അഭിപ്രായമുള്ളൂ എന്നർത്ഥം. അല്ലെങ്കിൽ ഏത് നാട്ടിലെ 15-18%. ഹരിപ്പൂരിൽ ഫോം 47 വഴിയാണ് അട്ടിമറി നടത്തിയത് എന്ന് പറഞ്ഞിട്ട് ഹരിപ്പൂരിലാണ് വലിയ പ്രക്ഷോഭം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിന്റെ മുമ്പിലൊക്കെ നടക്കുന്നത്. ഹരിപ്പൂര്, ഫൈസലാബാദ്, പഞ്ചാബ്, ഖൈബർ പക്തൂൺഖ്വ ഇവിടെയൊക്കെ തെരഞ്ഞെടുപ്പ് നടന്നു. ഇവിടെ മുഴുവൻ വോട്ട് ചോരി, വോട്ട് കൊള്ളയാണ് നടന്നിരിക്കുന്നത്. ഞായറാഴ്ചയായിരുന്നു വോട്ടെടുപ്പ്. ഇമ്രാന്റെ പാർട്ടിക്കാരെ ഈ മുമ്പ് കലാപം നടന്നല്ലോ, 2023 പ്രക്ഷോഭമൊക്കെ നടന്നല്ലോ ഇമ്രാന് വേണ്ടിയിട്ട്, ഇമ്രാനെ ജയിലിലടച്ചപ്പോൾ. അപ്പൊ അതില് പെട്ട ഇമ്രാന്റെ പാർട്ടിയിൽപ്പെട്ട ഈ MP-മാരെ, MLA-മാരെയൊക്കെ അയോഗ്യരാക്കിയിരുന്നു. അങ്ങനെ ഇമ്രാന്റെ പാർട്ടിക്കാർക്ക് വന്ന അയോഗ്യതയെ തുടർന്നാണ് ഈ ഉപതെരഞ്ഞെടുപ്പുകൾ നടന്നത് അവിടെ. അല്ലാതെ ആളുകൾ മരിച്ചു പോയിട്ടല്ല. പാർട്ടിക്കാരെ അയോഗ്യത കൽപ്പിച്ചപ്പോൾ നടന്ന ഉപതെരഞ്ഞെടുപ്പുകളാണ്. അപ്പോൾ ഇമ്രാന്റെ പാർട്ടിക്കാരെ എന്തായാലും ജയിക്കാൻ അനുവദിക്കില്ലല്ലോ മുനീർ. മുനീറിനെ സംബന്ധിച്ചുള്ള ഈ പാകിസ്ഥാൻ നടത്തിയിരിക്കുന്നു ഇവിടെ. അതെ, അപ്പൊ ഈ തെഹ്രീക്ക് ഇൻസാഫ് എന്ന് പറയുന്ന പാർട്ടിയെ മുന്നോട്ട് പോകാൻ അനുവദിക്കില്ല എന്നുള്ള രീതിയിൽ അവർ നിലപാടെടുക്കും. ഇനി ഇലക്ഷൻ വന്നാലും ഇത്തരത്തിലുള്ള നിലപാട് തന്നെ ശക്തമായിരിക്കില്ലേ? ഒരു സംശയമില്ലല്ലോ. കാരണം ഇമ്രാന്റെ പാർട്ടി അത് ബോയ്ക്കോട്ട് ചെയ്യേണ്ടി വരും. കാരണം എല്ലാവരെയും അയോഗ്യരായിട്ട് പ്രഖ്യാപിക്കുമല്ലോ. ഇയാൾ മറ്റേ കലാപത്തിൽ പങ്കെടുത്താണ് 2023 മെയ് കലാപത്തില്. അതായത് ബംഗ്ലാദേശിലും സമാനമായ കാര്യങ്ങളല്ലേ നടക്കുന്നത്. അവിടെ മറ്റേ അവരുടെ അവാമി ലീഗിനെ നിരോധിച്ചില്ലേ? അവർക്കും ഇലക്ഷൻ മത്സരിക്കാൻ അനുവാദം പറ്റില്ല എന്ന് പറഞ്ഞ പോലെയാണ് ഇമ്രാനെ ഒതുക്കിക്കൊണ്ടിരിക്കുന്നത്. അത് ഈ പഷ്തൂൺ മറ്റേ പഞ്ചാബ് പൈരമാണ് അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എത്രയും പെട്ടെന്ന് രാഹുൽ ഗാന്ധി പാകിസ്ഥാനിൽ പോയിട്ടെ ഈ മറ്റേ പവർ പോയിന്റ് പ്രസന്റേഷനൊക്കെ നടത്തി അവിടുത്തെ ജനാധിപത്യത്തിന് രക്ഷിക്കേണ്ടതല്ലേ? ഇല്ലേ? അതിനെപ്പറ്റി ഗൗരവത്തില്
രാഹുൽ ഗാന്ധി ചിന്തിക്കുകയൊക്കെ വേണം. ഉം. KC വേണുഗോപാൽ ഉപദേശിക്കണം, ഖാർഗെ ഉപദേശിക്കണം, DK ശിവകുമാർ, സിദ്ധരാമയ്യ, അല്ലേ? ആകെയുള്ളൊരു ഭരണം അവിടെ നിലനിർത്താനായിട്ട് പാടുപെടുക കർണാടകയിൽ. അതെ. വലിയ പ്രതിസന്ധിയാണ്. അപ്പോൾ ഈ വോട്ട് ചോരിയിൽ ഉം. ഇന്ത്യയിൽ ഈ വോട്ട് ചോരി ആരോപണം മുഴുവൻ പൊട്ടത്തരമാണെന്നുള്ളത് തെളിഞ്ഞാണല്ലോ. അതെ. പക്ഷെ പാകിസ്ഥാനിൽ ശരിക്കും ഒരു വോട്ട് ചോരി. വോട്ട് കൊള്ള നടന്നിട്ടുണ്ട്. അതിൽ രാഹുൽ ഗാന്ധി കൂടുതൽ ശ്രദ്ധ ചെലുത്തണം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.